എത്രയുണ്ട്? 90/120. ആ, മിസ്റ്റർ മേനോന് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്റെ പ്രഷർ കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആയിരിക്കുന്നത്. എന്നാലും എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്. ഇഷ്ടാനുസരണമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ നോർമലായിട്ടിരുന്നിട്ട് എന്ത് പ്രയോജനം പത്മാവതി? ആഹാരം കഴിച്ചു കഴിഞ്ഞൊന്ന് പുകച്ചില്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം. അല്ല, ഡോക്ടർക്ക് അറിയാമല്ലോ. ഏതായാലും മേനോൻ സിഗരറ്റ് വലിക്കരുത്. രവി, ബാക്കിയുള്ളവരെല്ലാം രവി നോക്കിയാൽ മതി. ശരി, എനിക്കൊരല്പ തിരക്കുണ്ട്. വരട്ടെ. ഓ, വരട്ടെ. ആ, ചേട്ടത്തി പോയിരുന്നു. സുരേഷ്, ഞാൻ കൈയൊന്ന് ഒട്ടിക്ക്. ആ കൈ. നീ സിഗരറ്റ് വലിക്കാറുണ്ടല്ലേ? ഇല്ല മമ്മി. കള്ളം പറയണ്ട. പിന്നെന്താ ഈ വരുന്നിടം മഞ്ഞ നിറം? അത് ഓഫീസിൽ. മതി മതി. ഓഫീസ് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉപദേശിക്കാനില്ലല്ലോ. അപ്പോഴായിരിക്കും വഴി കൂടുന്നത്. നോക്ക്, ഇനി ഇത് തുറന്നാലുണ്ടല്ലോ നിന്റെ ഓഫീസിൽ പോയി നിർത്തും. മനസ്സിലായോ? മമ്മി. എന്താടാ? അല്ല, എനിക്ക് സംശയം. ഈ സിഗരറ്റ് പാക്കിന്റെ മുകളിലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ ഗവൺമെന്റ് നിരോധിക്കാത്തത്? എങ്കോ, ഈ സിഗരറ്റ് വിൽപ്പന കൊണ്ട് എത്ര ലക്ഷം രൂപ നികുതി ഇനത്തിൽ ഗവൺമെന്റിന് കിട്ടുന്നതെന്ന് അറിയാമോ? അത് ശരി. അപ്പൊ ജനങ്ങളുടെ ആരോഗ്യം പോലെ സാരമല്ല, ഗവൺമെന്റിന് കാശ് കിട്ടിയാൽ മതിയായിരിക്കല്ലേ? അതിപ്പോ നീ പറഞ്ഞത് ശരിയാ. ഗവൺമെന്റിന്റെ കാര്യം അവരെ നോക്കിക്കോളും. നീ നിന്റെ കാര്യം നോക്ക്. മനസ്സിലായോ? പോയി ബുക്ക് എടുത്ത് വായിക്കും. അല്ല, പഠിക്കാൻ പറഞ്ഞതാ. ആഹാ, മോള് ഇതുവരെ എവിടായിരുന്നു? ഡോക്ടറെ കുത്തിയൊക്കെ പേടിച്ചിട്ട് മിടുക്കി. ഈ കേസിന് ഞാൻ പോരാ, ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് ആവശ്യം. ചേട്ടാ, കൺഗ്രാജുലേഷൻ. ആ, ഇനി മഞ്ജു വരണം. ഞാനോ? എനിക്കൊരു അസുഖമില്ല. ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് പരിശോധിച്ചതിന് ശേഷം വരണം. ചെല്ലു മഞ്ജു. മോനെ സുരേഷ്, എല്ലാവരുടെയും മുൻപിൽ വെച്ച് മമ്മി നിന്നെ വഴക്ക് പറഞ്ഞത് വിഷമമുണ്ടല്ലേ? ഇല്ല ഡാഡി, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ചീത്തയാവുണ്ടല്ലേ മമ്മി അങ്ങനെ പറഞ്ഞത്? കഴിവതും സിഗരറ്റ് വലിക്കരുത്. മോനി വന്നേ. മോന്റെ സിഗരറ്റ് ഇരിപ്പുണ്ടോ? ഡാഡിക്ക് കണ്ട് പുക എടുക്കാനാ. മമ്മി, ഡാഡി ഞാൻ ചോദിച്ചില്ല. Oh my God. 220/110. ഇപ്പോഴല്ലേ മഞ്ജു ഇങ്ങനെ ചൂടാകുന്നതിന്റെ കാര്യം മനസ്സിലായത്? ഈ ഒരു വഴിയുള്ളൂ. പ്രഷർ നോർമൽ ആവണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇത്രയും വലിയ സൂചിയോ? മഞ്ജുവിന്റെ രോഗവും വരുന്നല്ലേ? എനിക്കൊരു അസുഖമില്ല. ഇഞ്ചക്ഷനും വേണ്ട. ചെവി പറഞ്ഞ ശരിയാണോ? മഞ്ജുവിന് ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. ഷീസ് ഓൾ റൈറ്റ്. ഡോക്ടർ സാറേ, എന്താ? ഇന്നലെ ഞാനേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്ന് ഉച്ചത്തി പറ. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? There is a limit for everything. ഇതൊരു നാശമായല്ലോ. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാം. ഒച്ച വെച്ച് ബഹളം കൂട്ടുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. വെച്ച എന്താ ഇത്? നീ എന്താ ഇത്ര ഉച്ചത്തിൽ ബഹളം വെക്കുന്നത്? അതേമാതിരി ഞാനും പറഞ്ഞത്. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ആന്റിക്ക് അത് ഇഷ്ടപ്പെടില്ല, ആന്റി വഴക്ക് പറയും, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ രവി കേൾക്കണ്ടേ? ഡോക്ടറാണെന്നുള്ള ഗമയാ, അതുകൊണ്ടാണ് ആന്റി അനുസരിക്കാത്തത്. എന്തോ രവി ഇത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള നിനക്ക് ഞാൻ പറഞ്ഞിരുന്നോ ഡിസിപ്ലിന്റെ കാര്യം? സോറി മമ്മി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ചേട്ടത്തിമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനിയത്തിയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം.
എന്ത് രവി കാര്യം? വെറുതെ ആവശ്യമില്ല മമ്മിയെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാണ് പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഇന്നലെ പ്രഷർ അധികമാണെന്ന് പറഞ്ഞ് വരട്ടിയില്ലേ, അതിന് പകരം തീർത്തായിരിക്കും. ഉം. ശാലുമോളെ, വാ, ഇവിടെ ഇരി. മുത്തശ്ശി ഇത് ആദ്യ ചെരുപ്പിന്റെ അടയാളോ? ഉം? ഛ, ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാണെന്ന്? ഇത് ഹൈ ഹീൽ ഇടുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാണ്. ഇവിടെ അഴുകിയിൽ ചെരുപ്പിടുന്നത് മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുതരാം. ചേച്ചി ഒന്ന് എഴുന്നേറ്റ്. എന്തിനാ? എഴുന്നേറ്റ്. ആ ചെരുപ്പൊന്ന് കാണിച്ച്. ഉം. ആ അത് തന്നെ നാളെ ചെലവെറ്റിയിരിക്കുന്നു. മഞ്ജു ഗാർഡനിൽ പോയിട്ട് ആ കാലോട് അകത്ത് വന്ന് കാണും അല്ലേ? അതിന് ഞാനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഈ വീട്ടിനകത്ത് ആര് ചെരുപ്പിട്ട് അഴുക്കാക്കിയോ അത് അവരവരെ തന്നെ വൃത്തിയാക്കണമെന്നൊരു നിയമമുണ്ട്. അതിന് ഡാഡി എന്നോ മമ്മിയെന്നോ വ്യത്യാസമില്ല അല്ലേ മമ്മി? അതിന് ഞാനല്ലേ ഇത് ചെയ്തത്? ഹാ, ഇത് ചേച്ചിയുടെ ചെരുപ്പിന്റെ അടയാളമല്ലേ? ചേച്ചി എന്നെ തുടങ്ങണം. ഞാനും അതിനൊരാളെ നോക്കണം. ഇരിക്കാൻ വരട്ടെ. മഞ്ജു തന്നെ തുടയ്ക്കണം. ഞാൻ ചെയ്യാത്ത കുറ്റമാണിത്. പക്ഷെ എന്നെ കൊണ്ട് തന്നെ തുടപ്പിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തേക്കാം. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. ഗീതയോടെ ഇരിക്കും. ആരെഴുക്കാക്കിയോ അവർ തന്നെ തുടച്ചാൽ മതി. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാനാണിത് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ തന്നെ തുടച്ചോളാം. ഇല്ല മമ്മി, ഞാനാണ് മഞ്ജുവിനെ ചെരുപ്പെടുത്തോടൊന്ന് ഇവിടെ അഴുക്കാക്കിയത്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞേക്കാം. മഞ്ജു, നീ തുടക്കണ്ട. അവിടെ വെച്ചേക്ക്. വന്നിരിക്കേ. എന്താ മഞ്ജു ഒറ്റയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്? ഒറ്റയ്ക്ക് പുറത്തിരിക്കാൻ പാടില്ലെന്നും ഇവിടെ നിയമമുണ്ടോ? മാഡം എന്ന് വളരെ ചൂടിലാണല്ലോ. ഒന്ന് പ്ലസന്റ് ആയിരുന്നു ഇവിടെ. പ്ലസന്റ് ആയിട്ട് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലെ ഡിസിപ്ലിനും നിയമം അങ്ങനെയാണല്ലോ. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാ. ഐ എം സോറി മഞ്ജു. ഇന്നലെ മഞ്ജു മമ്മിയെ കൊണ്ടുതന്നെ വഴക്ക് കേൾപ്പിച്ചപ്പോഴുണ്ടായ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് മഞ്ജുവിന് ഇത്രയും ഫീലിംഗ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? തടിമാടന്മാരായ 4 ആണുങ്ങൾ ജീവിക്കുന്ന വീടാണിത്. ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഛെ, ഇതെല്ലാം ഒരുതരം അടിമത്തമാണ്. അടിമത്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡിസിപ്ലിൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഡിസിപ്ലിൻ അതിര് കിടന്ന എല്ലാം ഒരുതരം അടിമത്തമാണ്. കുട്ടിക്കാലം മുതല് ഞങ്ങൾ വളർന്നു വന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെന്ന് പറയുന്നത് തന്നെ ഒരുതരം കോംപ്ലക്സ് ആണ്. മനസാക്ഷി മറച്ചു വെച്ചുകൊണ്ടുള്ള അഭിനയം. മഞ്ജുവിനോട് സത്യം പറയാമല്ലോ, മമ്മിയുടെ ഈ നിയമങ്ങൾ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെയാണ് അനുസരിക്കുന്നതെന്ന് മഞ്ജുവിന് തോന്നിയിട്ടുണ്ടോ? ഇതൊരു വീടാണ്, അല്ലാതെ ജയിലൊന്നുമല്ല. ഈ കർശനമായ നിയമങ്ങൾ മാറ്റണം രവി. എങ്ങനെ മാറ്റുന്നതാണ് മഞ്ജു പറയുന്നത്? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആന്റി ഡാൻസ് പഠിപ്പിച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ആന്റി പറയുന്ന പോലെ അനുസരിക്കണം. ഓക്കെ? ശരി ആന്റി.